നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതായിട്ട് കൺഫേം ആയിരിക്കുവാണ്. സോ ഇതിന് ആരാണ് സാറേ കാരണം? പൂർണ്ണമായിട്ടും NTA തന്നെയാണ് ഇതിന് 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. കാരണം ഈ നീറ്റ് എക്സാം 2019 മുതലാണ് ആര് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം 2024 ആദ്യത്തെ അലിഗേഷൻ, 2026 വീണ്ടും രണ്ടാമത്തത്. അതായത് മൊത്തത്തിൽ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ടെസ്റ്റിന് ഇത്രയും വിലയാണോ ഇവർ കൽപ്പിക്കുന്നത്? ഇതൊരു സ്കൂളിൽ നടക്കുന്ന പരീക്ഷ അല്ല ഇത്, അതും കൂടെ മനസ്സിലാക്കണം. സ്കൂളിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നൊരു പരീക്ഷ അല്ല ഇത് ഓൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. 2024 വേണമെങ്കിൽ നമുക്കറിയാം അത് 1500 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, ബാധിച്ചിട്ടുള്ളൂ. അല്ല, ബാധിച്ചെന്ന് പറഞ്ഞാൽ സാറേ അത് അവരുടെ ക്രമക്കേടല്ലേ? 100% ഇത് എന്തുകൊണ്ട്? കാരണം ഞാൻ പറയണ ഈ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോ തന്നെ കണ്ടില്ലേ, ഡ്രസ്സിങ് അത് നോക്കണം, ഇത് നോക്കണം, എന്തൊക്കെ ഇതൊക്കെയാണ്. ആ സമയത്ത് തന്നെ എനിക്കൊന്നും MBBS വല്ല ക്ലാസ്സുകളും കൊടുക്കണം, അങ്ങനത്തെ ഭയങ്കര എന്തായിരുന്നു. അവർ അത്രയും രീതിയിൽ കുട്ടികളെ സ്ട്രെസ് ചെയ്യിപ്പിച്ച് അവർ അതൊക്കെ അംഗീകരിച്ചിട്ടാണ് ഈ മക്കൾ പോയി പരീക്ഷ എഴുതിയത്. എന്നിട്ട് ഇവരോട് കാണിക്കുന്ന ഒരുമാതിരി തെണ്ടിത്തരോ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. 100% അവർക്ക് ചുമ്മാ അതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. ഇവര് പോയിട്ടാണ് ഇത് എഴുതേണ്ടത്. ഇനി വീണ്ടും ഇത് ആദ്യത്തെ പഠിക്കാന്ന് പറഞ്ഞാൽ പല മക്കളും ഇതൊക്കെ എങ്ങനെയും കഴിയട്ടെ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് അതങ്ങ് പഠിച്ച് എത്ര ദിവസം റിപ്പീറ്റേഴ്സ് ഉണ്ടാകും, റിപ്പീറ്റേഴ്സ് ഉണ്ടാകും. 1-2 വർഷം ഇതിനു വേണ്ടി മാത്രം മെനക്കെട്ട കുറെ പേര് നമുക്കറിയാം. ഞങ്ങൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇത് കഴിഞ്ഞല്ലോ, അതായത് എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി, എന്തായാലും റിസൾട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുള്ളത്. മക്കളെ, ഞങ്ങൾ ഇത്രയും ഇതാകേണ്ട കാര്യം വേറെ ഒന്നല്ല. ഞങ്ങൾ ഇപ്പൊ കുറച്ചു മുമ്പ് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടി, ഞങ്ങളുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി വിളിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതങ്ങനെ ഷെയർ ചെയ്ത അവളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തിലാണ്. അവൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ആളാണ്. അപ്പോൾ ഭയങ്കരമായ സങ്കടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ലൗഡ് സ്പീക്കറിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു, മകളോട് പറഞ്ഞു, അങ്ങനെയാണ് വിഷമിക്കേണ്ട, കാരണം അത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ഊണും ഉറക്കവും കളഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി നല്ലൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാറ്റി വെച്ച് സമ്മാനത്തോടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും വരുമ്പോഴത്തേക്കും അവൾ പറയും, സാറേ ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇനി അത്ര എഴുതിയെടുക്കാൻ പറ്റുമോ, എന്ത് ചെയ്യും, എനിക്ക് അത്ര കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ നല്ലൊരു മാർക്ക് പ്രതീക്ഷ എന്നൊക്കെ ഭയങ്കര സങ്കടം. ഞങ്ങൾ ആ മോളെ ഞങ്ങളെ ആശ്വസിപ്പിച്ച് അവളുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചൊന്ന് ഓക്കെ ആക്കി അതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത് പല മക്കളും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുകൊണ്ട് നമുക്ക് അറിയാലോ സാറേ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് മാക്സിമം വേണമെങ്കിൽ ഇനി ക്ലാസ് തരാം, മറ്റുള്ള കാര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇനിയും ഇതേപോലെ നടക്കൂല എന്ന് എന്താണ് ഉറപ്പ്? അതാ പറയുന്നത്. ഇനിയിപ്പോ റീടെസ്റ്റ് ഇവർ നടത്തി വെച്ചോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു, എന്താണ് ഏകദേശം ഒരു 4 ആഴ്ചക്കുള്ളിൽ നമ്മൾ എക്സാം നടക്കും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കുട്ടികൾ എഴുതാൻ വേണ്ടി വീണ്ടും ഇത് ചോർന്നു കഴിഞ്ഞാൽ വീണ്ടും പിള്ളേർ എക്സാം എഴുതണം. വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോകാനാണ്. കാരണം 2 കൊല്ലത്തിന് ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം എല്ലാം ഒരു പൈസന്റെ മുകളിൽ മറിഞ്ഞു പോകുന്ന ഒരു സാധനത്തിലേക്ക് എന്ത് എനിക്ക് അതല്ല സാറേ, ഇത് ഇവര് ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 700-ന് മുകളിൽ മാർക്ക് പ്രതീക്ഷിച്ചൊരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടി നന്നായിട്ട് പ്രതീക്ഷിച്ചൊരു മാർക്കാണ്. വീണ്ടും എക്സാം കഴിക്കുമ്പോൾ അത്ര മാർക്ക് കിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് തകർന്നു പോകും. 100% NTA മാത്രമാണ് ഉത്തരവാദിത്വം. വീണ്ടും പറയണം, ഞാൻ പറയണ മക്കളെ പലതും നമ്മൾ കാണേണ്ടി വരും, അത് ഉറപ്പാ. അല്ലെ, ആ രീതിയിലേക്ക് മാറണമെങ്കിൽ പലതും നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാണും. ഇനിയിപ്പോ മേ ബി ഇവർ മാക്സിമം ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കുക എന്നുള്ളതായിരിക്കും. അതെങ്ങാനും വന്നിട്ട് ഈ മാർക്ക് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ പലതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടിയും കേൾക്കേണ്ടി വരുന്നില്ല. കാരണം ഈ കഴിഞ്ഞ എക്സാം ഒരു മോഡറേറ്റ് എക്സാം ആയിരുന്നു, അതായത് ടഫിലേക്ക് പോയിട്ടില്ല, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എല്ലാവരും ആ പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തകർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ ഇനിയിപ്പം ഈ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 5 ആഴ്ച എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു 1 മന്തിന് മുകളിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് സമയം കിട്ടുന്നുണ്ടാവും. മാക്സിമം ട്രൈ ചെയ്യണം. എന്തായാലും നമ്മൾ ട്രൈ ചെയ്തു. ഈ ഒരു 1 മന്തും കൂടെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കേണ്ട കാര്യമല്ല കേട്ടോ മക്കളെ. കാരണം ഇത് നിങ്ങൾക്ക് ഒരാൾക്കല്ല, ഇത് ഫുൾ എല്ലാവർക്കും മാറുന്നുണ്ട്. എല്ലാവരും പുതുതായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതിനനുസരിച്ച് മാറി. നിങ്ങളുടെ തലേന്ന് ഇതൊന്നും പോയിട്ടില്ല മക്കളെ, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. വീണ്ടും ഒന്ന് പൊടിതട്ടി എടുത്താൽ മതി, വീണ്ടും പ്രിപ്പയർ ചെയ്യുക. നേരത്തെ ചിലപ്പോൾ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ പാളിച്ചുകൾ പറ്റുന്നത് അതൊക്കെ തിരുത്തി നിങ്ങൾ ഒന്നുകൂടെ മുന്നേറാനായിട്ട് ഞാൻ പറയണ ഇവരോടൊക്കെ ഒരു വാശി. ഇപ്പൊ സാറേ നമുക്ക് ഇപ്പൊ കിട്ടിയ ന്യൂസ്, ഇത് ആരാ ചോർത്തിയെന്ന് കിട്ടിയാൽ എന്താണ് മഹാരാഷ്ട്രയിൽ നാസിക്കുന്നാണ് സ്റ്റാർട്ട്. അല്ല, മനീഷ് യാദവ് എന്ന് പറയുന്ന ഒരാളാണ് അറസ്റ്റിലായിട്ടുണ്ട്. അത് ആരാണ് എന്താണെന്നുള്ളതൊക്കെ ഇനി എന്ത് ചെയ്യണം, പുറത്തേക്ക് വരാനിരിക്കുന്നുള്ളൂ. ഒരാള് ചെയ്ത ഒരു കാര്യത്തിന് ഒന്ന് ഓർത്ത് വയ്ക്കുക, മാതൃകാ ചോദ്യപേപ്പർ എന്ന് പറഞ്ഞ എല്ലായിടത്തേക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു സംഭവം ഒരാൾ ചെയ്യുന്ന തെറ്റിനാണ് മൊത്തം ഇന്ത്യയിലെ മൊത്തം മക്കള്. ഞാൻ പറയുന്നത് എന്താ പറയുക, ഈ NTA ഇതിന് ആദ്യമേ ഒരു കരുതലൊക്കെ എടുക്കേണ്ടതെന്നുള്ളത്. ഇതെങ്ങനെ ചോരെന്നറിയാം സാറേ, ഇവർ ഈ ട്രാൻസ്ലേഷൻ ഒക്കെ കേസിൽ വരുമ്പോൾ, അതായത് ഇപ്പോ ഒരാൾ എന്ത് ചെയ്യണം, ഇപ്പൊ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്തായാലും നടത്തണം. കാരണം ഇംഗ്ലീഷ് ഹിന്ദിയിലും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കേസിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇവർ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ഇത് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരുടെ ആരെങ്കിലും ഒരാളായിരിക്കത്തുള്ളൂ.
അതിന് എല്ലാം അത് പോകാനുള്ള ചാൻസ് നമ്മളൊന്നും കാണുന്നില്ല. അല്ലാതെ ഇത് ചുമ്മാ ക്യാൻസൽ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ആരാന്ന് അന്ന് 2024 സാറേ ഇത് വന്ന് അന്ന് ഇതേപോലെ വന്നിട്ട് ഇതിന്റെ പുറകെയുള്ള ആൾക്കാരെ ഞാൻ പറയണത് NTA തന്നെ ഇതിന്റെ ഉദ്യോഗസ്ഥർ കാണുമെന്ന് ഞാൻ പറയണത്, അല്ലാതെ വേറെ ഒന്നും. ഓക്കെ, ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് കേസിന് സഹകരിക്കാൻ തയ്യാറാണ്, മറ്റന്നാണ് മറിച്ചാണ്. പക്ഷെ അതൊക്കെ ഈ കുട്ടികളുടെ ഒരു ഭാവി തൊലച്ചിട്ടാണ് നിങ്ങൾ മാത്രം എന്ത് ചെയ്യണം ഈ NTA. ഞാൻ പറയട്ടെ, ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ഇവർക്ക് ചുമ്മാ ക്യാൻസൽ ചെയ്താൽ മതി, അവർക്കും അവരുടെ കുടുംബത്തിനേ പോകത്തുള്ളൂ. ഞാൻ പറയുന്ന മക്കളെ, നിങ്ങളൊന്നും അങ്ങനത്തെ ഒരു ചിന്തയിലേക്കേ പോകില്ല കേട്ടോ. നിങ്ങൾ വീണ്ടും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു കഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞാൻ മാതാപിതാക്കളാണ് ഇത് കാണുന്നതെങ്കിൽ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാം. നല്ല വിഷമമുണ്ട് ഇപ്പൊ ആ മകളുടെ ആ കുട്ടിയുടെ വോയിസ് കേട്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് പറയുവാണ്, മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. അവരൊക്കെ പറയാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതുണ്ട്, വീണ്ടും പഠിക്കാനുള്ള എല്ലാ ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക. എല്ലാ സ്ഥാപനങ്ങളും കോച്ചിങ് സ്ഥാപനങ്ങളും എല്ലാവരും സപ്പോർട്ടിംഗ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുറെ ഫ്രീ ക്ലാസ്സും മറ്റുമായിട്ട്, കാരണം ഈ കുട്ടികളെ മാക്സിമം ഇനി ഇതൊരു ബിസിനസ് രീതിയിലേക്ക് കൊണ്ടുപോകാതെ മാക്സിമം ആ മക്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഒരു മാസത്തെ കാര്യം കൂടെയല്ലേ ഉള്ളൂ, അവരെ ഹെൽപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പുതിയ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടാവും, അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്ത രജിസ്ട്രേഷൻ, നിങ്ങളെ കൊടുത്തുള്ള സെന്റേഴ്സിന്റെ ഓപ്ഷൻസും ഒക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. മേ ബി സെന്ററുകൾ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വേറെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അല്ല, അതും പറ്റില്ല. പുതിയ രജിസ്ട്രേഷൻ എന്തായാലും എനിക്ക് തോന്നുന്നത് 22 ലക്ഷത്തോളം പേര് എന്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എഴുതിയത് വെറും ഒരു 6-7 ലക്ഷം പേരായിരിക്കും. എന്നാലും അത് അത്രയും കുട്ടികൾ പഠിച്ചതുകൊണ്ട്, അല്ലാതെ വെറുതെ പോയി നീറ്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ നീറ്റ് എക്സാം ഒക്കെ എഴുതുള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിലേക്ക് പോകണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ളതാണ് ഈ ഒരു നീറ്റ് എക്സാം. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുളമാക്കി എന്നുള്ള സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഈ സാധാരണ ഇപ്പൊ ഈ റിസൾട്ട് ഇപ്പൊ വന്നൂലേ, അതായത് ഇപ്പൊ ഈ റിസൾട്ട് 1 മന്ത് കൊണ്ട് റിസൾട്ട് വന്നു വിചാരിച്ചു. ഇപ്പൊ മെയ് നടത്തിയ എക്സാമിന്റെ ഇനിയിപ്പോ ജൂണിലാണ് ആ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. ജൂൺ 2nd വീക്കിൽ ആ എക്സാം നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് എന്നായിരിക്കും വരിക? പക്ഷെ ഇതേപോലെ വന്നിട്ട് ജൂലൈ എക്സാം നടത്തിയത്, ജൂലൈയിൽ എക്സാം നടത്തിയത്. ഇത് നീണ്ടുപോയാൽ നിങ്ങളുടെ ഭാവിയാണ് അല്ലെ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു എക്സാം ആയിട്ട് കുറെ പേര് ഇതിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താണ് ഇത് പക്ക ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഒന്നില്ലെങ്കിൽ NTA-ക്കെതിരെ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ കോർട്ടിലേക്ക് ആരെങ്കിലും ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഫയൽ ചെയ്യുക. മാക്സിമം പെറ്റീഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുത്തിട്ട് എന്തായാലും അവർ റീ എക്സാം ഇനി മാറ്റാനുള്ള ചാൻസ് ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ആ സമിതിനെങ്കിലും എന്ത് ചെയ്യട്ടെ, ഒന്ന് മോഡിഫൈ നല്ലതാക്കി മാറ്റട്ടെ. അപ്പൊ നിങ്ങളുടെയൊക്കെ പറയാനുള്ള മക്കൾ വീണ്ടും പറയാണ്, വിഷമിക്കരുത്. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപകർ എന്ന നിലയിൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതേപോലെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ തന്നെ കാണും. വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ നന്നായിട്ട് പഠിച്ച് ഇവർക്കെതിരെയുള്ളൊരു വാശി പഠിക്കുക, നല്ല മാർഗം എത്തട്ടെ കേട്ടോ മക്കളെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.